നമസ്കാരം. ഇന്ത്യയെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഖലിസ്ഥാൻ തീവ്രവാദികൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണ. ഇന്ത്യക്കെതിരെ ഇല്ലാവചനങ്ങൾ പറഞ്ഞു നടക്കുന്ന ട്രംപിന്റെ മനസ്സിൽ എന്നും ശത്രുപക്ഷത്താണ് ഇന്ത്യ. അതുകൊണ്ടാണ് ഇന്ത്യയുടെ നാശം മുന്നിൽ കണ്ടുകൊണ്ട് നടക്കുന്ന ഗുർബന്തർ സിംഗ് പന്നുവിനെ ട്രംപ് കൂട്ടുപിടിച്ചിരിക്കുന്നത്. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത്. ട്രംപ് രണ്ടാമതും അധികാരത്തിലെത്തിയപ്പോഴും എടുത്ത ഓരോ തീരുമാനങ്ങളും ഇന്ത്യയെ ദ്രോഹിക്കുക എന്ന ഹിഡൻ അജണ്ടയോടുള്ളവയായിരുന്നു. അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി റിപ്പബ്ലിക് നേതാവ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ചടങ്ങിൽ ഖലിസ്ഥാൻ തീവ്രവാദി ഗുർബന്തർ സിംഗ് പങ്കെടുത്ത വീഡിയോയാണ് പുറത്തുവന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ജനക്കൂട്ടം ട്രംപിനായി ആഹ്ലാദ പ്രകടനം നടത്തുന്നതും ഗുർബന്തർ സിംഗ് പന്നു ഖാലിസ്ഥാൻ സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്നതും വീഡിയോയിൽ കാണാം. എന്തായാലും അവിടെ നടന്ന ചടങ്ങിന് പന്നുവിനെ ക്ഷണം കിട്ടാതെ അകത്തു കടക്കാനോ പരിപാടിയുടെ ഭാഗമാകാനോ സാധിക്കില്ല. എന്നാൽ വൈറലാകുന്ന വീഡിയോയെപ്പറ്റി ഔദ്യോഗിക സ്ഥിരീകരണമില്ല. 2020 ജൂലൈ 1-നാണ് പന്നുവിനെ ഭീകരവാദിയായി ഇന്ത്യ പ്രഖ്യാപിച്ചത്. 2021 ഫെബ്രുവരി 3-ന് NIA സ്പെഷ്യൽ കോടതി പന്നുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഗുർബന്തർ സിംഗ് പന്നുവിനെ വധിക്കാൻ ശ്രമിച്ചതിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥനുമുണ്ടെന്ന വെളിപ്പെടുത്തൽ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. സംഭവത്തിൽ അമേരിക്കയിൽ കേസെടുത്തതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതി അന്വേഷണ റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു. ക്രിമിനൽ ബന്ധമുള്ള വ്യക്തിക്കെതിരെ നിയമ നടപടിക്ക് സമിതി ശുപാർശ ചെയ്തതായും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. അമേരിക്ക നൽകിയ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം നവംബറിൽ അന്വേഷണ സമിതിയെ നിയോഗിച്ചത്. സമിതി അംഗങ്ങൾ ഒക്ടോബറിൽ അമേരിക്ക സന്ദർശിച്ച് തെളിവ് ശേഖരിക്കും. എന്തായാലും കഴിഞ്ഞ ദിവസം പന്നു നേതൃത്വം നൽകുന്ന തീവ്രവാദ ഗ്രൂപ്പായ ഖലിസ്ഥാൻ വാദികൾ കാനഡയിൽ വളരുന്നുണ്ട് എന്ന ഔദ്യോഗിക സ്ഥിരീകരണവും പുറത്തു വന്നിരുന്നു. ഖലിസ്ഥാൻ തീവ്രവാദികളെ അഴിഞ്ഞാടാൻ സമ്മതിച്ചാൽ ഒരിക്കലും ഇന്ത്യ കാനഡ ബന്ധം ശരിയായ രീതിയിൽ മുന്നോട്ടു പോവില്ല. വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടാണ് കാനഡ അവരുടെ മണ്ണിൽ ഖലിസ്ഥാൻ വാദികളെ വളർത്തുന്നത്. ഇന്ത്യ വിരുദ്ധ ഘടകങ്ങൾക്ക് കാനഡ സുരക്ഷിതമായ താവളമായി മാറിയിരിക്കുന്നു എന്ന കാര്യം കാനഡയുടെ സ്വന്തം ഇന്റലിജൻസ് സുരക്ഷ സ്ഥിരീകരിച്ചു. കാനഡയുടെ ഉന്നത ഇന്റലിജൻസ് ഏജൻസിയായ കനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഖലിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യയെ ലക്ഷ്യം വെച്ചുള്ള അക്രമ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ധനസമാഹരണത്തിനും ആസൂത്രണം ചെയ്യുന്നതിനും കനേഡിയൻ മണ്ണിനെ ഒരു താവളമായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ആദ്യമായാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നത്. കാനഡയിൽ പ്രവർത്തിക്കുന്ന ഖലിസ്ഥാൻ അനുകൂല ഗ്രൂപ്പുകളുടെ സാന്നിധ്യത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് ഇന്ത്യ ഉന്നയിച്ച ദീർഘകാല ആശങ്കകളെ ശരിവയ്ക്കുന്നതാണ് പുറത്തുവരുന്ന വാർത്ത. 1980കളുടെ മധ്യം മുതൽ കാനഡയിൽ രാഷ്ട്രീയ പ്രേരിതമായ അക്രമ തീവ്രവാദ ഭീഷണി പ്രധാനമായും പ്രകടമായത് കാനഡ ആസ്ഥാനമായുള്ള ഖലിസ്ഥാൻ തീവ്രവാദികൾ വഴിയാണ്. എന്തായാലും പന്നുവിന്റെ തീവ്രവാദത്തിന് ഇത്രയും വേഗം കാനഡ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അത് ഇന്ത്യ കാനഡ ബന്ധത്തിന് വിള്ളൽ വീഴ്ത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല.